ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പ്ലാൻ ചെയ്താലോ? എങ്ങനെയാണെന്നല്ലേ പറയാം. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലോട്ട് മാക്സിമം സ്ക്വയറോ റെക്റ്റാങ്കിളോ ആവാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ലെവൽ, നമ്മുടെ പ്ലോട്ടിൻ്റെ ലെവൽ നമ്മുടെ റോഡിനെക്കാട്ടും ഒരുപാട് ഉയരത്തിലും ഒരുപാട് താഴെയും ആവാതെ ശ്രദ്ധിക്കുക. 2, ബേസ്മെൻറ്റ്. കഴിവതും കരിങ്കല്ല് കൊണ്ട് തന്നെ ബേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ബ്രിക്സ്, അത് നിയർ ബൈ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. മൂന്നാമത്തത് പ്ലാനിങ്. പ്ലാനിങ്ങിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പേസ് കട്ടിംഗ് ആണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സ്പേസുകൾ വരുന്ന പോർഷൻസ് നമ്മൾ മാക്സിമം പ്ലാനിൽ കട്ട് ഓഫ് ചെയ്യുക. അതിലൂടെ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 4, പ്ലാസ്റ്ററിങ്. മാക്സിമം പുട്ടി വർക്കുകൾ ഒഴിവാക്കുക. മിനിമൽ ഏരിയകളിൽ മാത്രം പുട്ടി യൂസ് ചെയ്യുക. അകത്ത് ജിപ്സം പ്ലാസ്റ്റർ യൂസ് ചെയ്യുക. അതിലൂടെ ഒരു 40% വരെ നമുക്ക് കോസ്റ്റും ടൈമും സേവ് ചെയ്യാൻ പറ്റും. 5, തടി. മാക്സിമം തടി ഒഴിവാക്കാൻ നോക്കുക. ഫ്രണ്ട് ഡോറ്, എക്സിറ്റ് ഡോറ്, റൂമുകളിലെ കട്ടളകൾ ഇത് മാത്രം തടിയാക്കുക. ബാക്കി ലാമിനേഷൻ ഡോർസ് യൂസ് ചെയ്യാം. ജനലുകൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ട്. UPVC യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ GA പൈപ്പിൽ കസ്റ്റമൈഡായിട്ട് ജനലുകൾ ഉണ്ടാക്കിയെടുക്കാം. 6, ഫ്ലോറിംഗ്. മാക്സിമം ഗ്രാനൈറ്റ് ഒഴിവാക്കുക, പകരം വെർട്ടിഫൈഡ് ടൈൽസ് യൂസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക.